കഴിഞ്ഞ ദിവസം നമുക്കൊരു കോള് വന്നിരുന്നു. ആ കോളില് വസുപഞ്ചകം എന്നൊരു ദോഷത്തെ പറ്റി പറഞ്ഞിരുന്നു. നമുക്കറിയാലോ, സമയക്കുറവുകൊണ്ട് നമ്മളൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അതേപറ്റി കൂടുതൽ വിവർത്തനം ചെയ്ത് പറയുക എന്നുള്ളത് ഒരു സാഹസമാണ്. കാരണം സമയപരിമിതി നമ്മളെ ബാധിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളോടല്ലാതെ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം എന്നാണ് വിചാരിച്ചത്. രസകരമായ ഒരു കഥ പറയാം. നടന്ന സംഭവമല്ല, കഥയാണ്. കഥയിലെ ആശയം മാത്രം എടുക്കുക. ഒരാൾ 1,00,000 രൂപ കടം വാങ്ങി ഈ 1,00,000 രൂപ വീട്ടാൻ നിവൃത്തിയില്ലാതെ അയാൾ ആത്മഹത്യ ചെയ്ത് അയാൾ മക്കളുണ്ട്, ഭാര്യയുണ്ട്. അപ്പൊ അവരെ ഇത് ബാധിക്കണ്ടെന്ന് കരുതിയാണ് അയാൾ ആത്മഹത്യ ചെയ്ത്. അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചാണ്. അങ്ങനെ അദ്ദേഹം യമലോകത്ത് ചെന്നു. കഥയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യമധർമ്മരാജൻ ഇയാളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, എടാ നീ എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, പ്രഭു, ഞാൻ ആത്മഹത്യ ചെയ്തത് ഞാൻ 1,00,000 രൂപ കടം വാങ്ങി, പലിശയ്ക്ക് എടുത്താണ്. പക്ഷെ ഇത് വീട്ടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, ഇത് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇതെന്റെ ഭാര്യയെയും മക്കളെയും ബാധിക്കുമോ, ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ, ഞാനങ്ങ് ഇല്ലാണ്ടായാൽ പിന്നെ അവരോട് ആരും ചോദിക്കില്ലല്ലോ എന്ന് കരുതി ആ 1,00,000 രൂപയുടെ കടത്തിന്റെ ഭാരത്തിലാണ് ഞാൻ ആത്മഹത്യ ചെയ്തത് എന്ന് യമധർമ്മരാജനോട് അയാൾ പറഞ്ഞു അത്രേ. അപ്പൊ യമധർമ്മരാജൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എടാ മണ്ട, നിന്റെ ഭാര്യയും മക്കളും കൂടി ഏതോ ഒരു ജ്യോത്സ്യനെ കണ്ടു. നീ മരിച്ചതിന് ദോഷമുണ്ടോ എന്നറിയാനാണ് കണ്ടത്. അപ്പൊ ആൾ നോക്കിയിട്ട് പറഞ്ഞു, നീ മരിച്ചത് വസുപഞ്ചകത്തിലാണ്. നിന്റെ മരണത്തിന്റെ ദോഷം കൊണ്ട് 5 പേർ മരിക്കാൻ സാധ്യതയുണ്ട്. പരിഹാരമായി 2,50,000 രൂപയുടെ പൂജ നടത്തണം. 1,00,000 രൂപ വീട്ടാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത ആളുടെ ആത്മഹത്യയുടെ ദിവസം വസുപഞ്ചകമാണെന്ന് പറഞ്ഞ് അതിന് 2,50,000 രൂപയുടെ പൂജ നടത്താൻ അവരിപ്പോൾ 2,50,000 രൂപ കടം മേടിക്കാൻ ഓടി നടക്കുകയാണെന്ന്. ഇതൊരു കഥയാണ്. പക്ഷെ ഇത് പലരോടും പറയാറുള്ള കാര്യമാണ്. വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വാസികൾ മനസ്സിലാക്കുക, ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കും എന്നൊരു കാര്യം പറഞ്ഞിട്ടേയില്ല. വസുപഞ്ചകം എന്ന് പറയുന്നത് അവിട്ടം പാതി തൊട്ട് രേവത്യന്ത്യം വരെയും മരിച്ചാൽ ദഹിപ്പിക്ക യോഗ്യമല്ലറിയ നീ, അഥവാ ദഹിപ്പിക്കണമെന്നാകിൽ അതിൻ വിധി പോൽ ദഹിപ്പിക്കാം, ഒരു ദോഷവും വരാ എന്നൊരു പദ്യമുണ്ട്. അവിട്ടത്തിന്റെ പകുതി മുതൽ രേവതി വരെയുള്ള 5 നാളുകളിൽ മരണപ്പെട്ടാൽ കർമ്മം ചെയ്ത് ദഹിപ്പിക്കണം എന്ന് മാത്രമാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. 5 പേർ മരിക്കും എന്ന് പറയുന്നതേയില്ല. പക്ഷെ നമ്മൾ വസുപഞ്ചകം എന്ന് കേൾക്കുമ്പോൾ വസുപഞ്ചകത്തിൽ ഇഞ്ചാവുണ്ട്, 5 ഇഞ്ചാവുണ്ട്, അതുകൊണ്ട് 5 പേര് മരിക്കും. 4 പറഞ്ഞാൽ നമ്മൾ പറയുമോ പണ്ഡിതനാണ്, 2 ഇഞ്ചാവുണ്ട്, 5 പേർ മരിക്കും എന്നായിരിക്കും പറഞ്ഞതെന്ന് കരുതും. വസുപഞ്ചകം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ ദേവതകളെ നൽകിയിട്ടുണ്ട്. അതിൽ അവിട്ടം നക്ഷത്രത്തിന്റെ ദേവതകൾ എന്ന് പറയുന്നത് വസുക്കൾ എന്ന ദേവതകളാണ്. വസുക്കൾ ദേവതകളായ അവിട്ട നക്ഷത്രം മുതൽ 5 നക്ഷത്രങ്ങൾ എന്ന് മാത്രമാണ് വസുപഞ്ചകത്തിന്റെ അർത്ഥം. 5 പേർ മരിക്കുമെന്ന് ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിലും വസുപഞ്ചകവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടേയില്ല. തെറ്റിദ്ധരിപ്പിക്കാനെത്തുന്നവരെ അകറ്റി നിർത്തുക. അത് തുറന്നു പറയുന്നവരെ ഒരുപക്ഷെ താൽക്കാലികമായി കുറ്റക്കാരാക്കിയേക്കാം. പക്ഷെ നിങ്ങളുടെ പണം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ ശ്രമിക്കുക.